ഇന്നത്തെ കോമഡി മസാലയിലേക്ക് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് എത്തുന്നു സുമേഷ് തുറവൂർ. സുമേഷ് നമസ്കാരം. അപ്പോൾ എന്ത് പെർഫോമൻസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്? ഞാൻ കുറച്ച് നടന്മാരുടെ ശബ്ദം അനുകരിക്കും. ശബ്ദാനുകരണം ചെയ്യാം. ആരുടെ ശബ്ദമാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്? ഞാൻ ആദ്യമായിട്ട് ലാൽ ജോസ് സാറിന്റെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. അതെ അതെ. മലയാള സിനിമയില് വളരെ മനോഹരമായ ചില സിനിമകൾ, എൻ്റെ സിനിമകളായ നീശമാധവൻ, പട്ടാളം, ലാസ്റ്റ് എന്ന സിനിമകൾ നിങ്ങൾ പ്രേക്ഷകർ ഇരുകയും നീട്ടിയെടുത്തതാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള കോമഡി ഷോകളും വിജയിപ്പിക്കുക, അനുഗ്രഹിക്കുക. നന്ദി നന്ദി, നമസ്കാരം. താങ്ക് യു. നന്നായിട്ടുണ്ട് ലാൽ ജോസിന്റെ ശബ്ദം. ഇനി അടുത്തത് ആരുടെ ശബ്ദമാണ്? അടുത്തത് ഇന്ദ്രൻ ചേട്ടന്റെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ആദിത്തമ്പുരാനെ ഹോയ്, ആദിത്തമ്പുരാനെ ഹോയ്. മുതലാളി എന്തോന്ന് പരിപാടിയാണ് കാണിച്ചത്? ടോമാറ്റൻ ചേട്ടന്റെ മുണ്ടുപുറത്തുള്ള അടിയൊന്ന് കാണേണ്ടതല്ലേ ആയിരുന്നു. ആഹോ ഓഹോ, അവർ എനിക്ക് ലഡുവും ജിലേബിയും തന്നപ്പോഴേ ഞാൻ ഓർത്തതാണ് എന്റെ കണ്ടോ കറളോ ചോദിക്കുമെന്ന്. നിങ്ങൾ ആത്മാർത്ഥ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ടോ? വോയിസ് മാത്രമല്ല എക്സ്പ്രഷനും കൂടെ ഇമിറ്റേറ്റ് ചെയ്ത് കളഞ്ഞു. കഴുത്തൊക്കെ നീണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സൈഡിൽ നിന്നൊക്കെ ഒരു സംശയം, ഇന്ദ്രൻ ചേട്ടൻ തന്നെ ആണോ ഈ വന്ന് പെർഫോം ചെയ്യണമെന്നുള്ളത്. ഓക്കെ, രസമുണ്ടായിരുന്നു. അടുത്തതായി വിനായകൻ. ഓക്കെ. കൃഷ്ണ എങ്ങടാ, എത്ര നാളായല്ലേ? ഇല്ലടാ, അല്ല അതെന്നറിയാൻ പറ്റില്ല. കുറച്ച് ദിവസമായിട്ട് മനസ്സിലൊരു പേടിയതുണ്ട്. കമ്മട്ടിപ്പാടത്ത് ഒരുമിച്ച് ജീവിക്കാൻ കൊതിയായിട്ട് റേഷൻകടയിൽ പോകണം, മണ്ണെണ്ണ മേടിക്കണം. അതല്ലേ ഒരു ചെറിയ ടീമല്ല കേട്ടോ, കിട്ടിയ ടീമാണ്. ഞാൻ ഈ ടൂള് കൊള്ളല്ല, ഞാനറിഞ്ഞില്ല. ഞാൻ ആകാശത്ത് ഇങ്ങനെ വലിയ വീട് വെച്ച കാര്യം. എനിക്ക് സ്നേഹം സഹതാപമൊന്നും ഇഷ്ടമല്ല. നാളെ നീ കൃഷ്ണന്റെ കൂടി പൊക്കോളാം. അച്ഛാ ഗംഗ പോകണം കേട്ടാ. ഓക്കേടാ, ഓക്കെ. അടിപൊളി, അസലായിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ആരാണ്? ഇനി സിദ്ദിഖിന്റെ ഗോഡ് ഫാദർ എന്ന സിനിമയിലെ പഴയകാല ശബ്ദം. നമ്മുടെ നടൻ സിദ്ദിഖിന്റെ ശബ്ദം. പെട്ടെന്ന് സിദ്ദിഖ് സാറിന്റെ ശബ്ദം എന്ന് പറയുമ്പോൾ നമ്മള് സംവിധായകൻ സിദ്ദിഖ് സാറിന്റെ ശബ്ദം, ബിക്കോസ് അതാണ് ഏറ്റവും കൂടുതൽ പേര് സ്റ്റേജിൽ ചെയ്ത് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഗോഡ് ഫാദർ സിനിമയിലെ ശബ്ദം. ഓക്കെ. അഞ്ഞൂറാണെന്ന് പറഞ്ഞാണല്ലേ, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും, തിന്നാൻ പറഞ്ഞാൽ തിന്നും. നീ അപ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണേ കൊണ്ടില്ല, നിന്റെ കൂട്ടത്തിൽ നിൽക്കഴിഞ്ഞൊന്ന് ഞാനായിരിക്കും. അതേ മറിച്ച് കുടുംബ വൈരാഗ്യം പറഞ്ഞാൽ അവളെ ചതിക്കാനോ നിന്റെ പ്ലാനെങ്കിൽ കൊണ്ടില്ല. നിന്റെ നെച്ചത്ത് വെട്ട് ആദ്യം വീരഭദ്രനായിരിക്കൂടാ. ദേവനാണ് അഞ്ഞൂറാൻ, ഓടിക്കോ. അത് തന്നെ. അടിപൊളി, പെർഫെക്റ്റ്. ഇനി സിദ്ദിഖ് സാറിന്റെ ആൻമേരി കലിപ്പനാണെന്ന സിനിമയിലെ പുതിയ ശബ്ദം. ഭയങ്കര ഇമോഷണൽ, വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വേഷമാണ് അദ്ദേഹം ആ സിനിമയ്ക്കകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ചെറിയ സീക്വൻസ് കൊണ്ട് അദ്ദേഹം മുഴുവൻ മലയാളി പ്രേക്ഷകരെയും കരയിപ്പിച്ച് കളഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനകത്തെ ശബ്ദം കേൾക്കാം നമുക്ക്. അബുവേ, ഞാൻ പണ്ട് അർക്കീസായി പൈസ പോണ കാര്യത്തിൽ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ മോൾ എന്നോട് പറഞ്ഞു, അച്ചായ എനിക്ക് സ്കൂളിൽ ആനിവേഴ്സറി ആണ്, മണവാട്ടിയാകാൻ കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞു. അവളെ തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ അമ്മയും നല്ല മിടിക്കുകയാണ്. പോയി കാണാൻ നല്ല മിടിക്കുക. ഇവളും മണവാട്ടിയായാൽ ആരും തെറ്റിദ്ധരിക്കത്തില്ല. ഞാൻ പറഞ്ഞു കാശ് പോണ പണിയാണ് എൻ്റെ മോള് പോകണമെന്ന് ഞാൻ പറയുകയും ചെയ്തു. ഇത് പറയുകയും അന്ന് കൊച്ചു ഒരുപാട് കരഞ്ഞായിരുന്നു പോയി. അതിനുശേഷം സ്കൂളിലേക്ക് പോണ വഴിക്ക് എൻ്റെ മോള് പോകുന്ന ഓട്ടോയിലേക്ക് വന്നൊരു ബസ് വന്നൊരു ഒറ്റ ഇടിയാണ് പോയി. ഈ സംഭവം അറിഞ്ഞുകൊണ്ട് ഓടിപ്പിടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എൻ്റെ കൈ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുക, അച്ഛൻ എനിക്ക് ആ കാശ് തന്നായിരുന്നെങ്കിൽ എനിക്കിന്ന് ഗതി വരുമോ എന്ന്. അതിനുശേഷം ഞാൻ ഈ കല്യാണം ചാന്തം ചാർത്ത് അതിനൊന്നും പോവാറില്ല. ഓരോ വിധി ദൈവം തരുന്നത് തന്നെ, അത് തന്നെ. ഗംഭീരായിരുന്നു, സൂപ്പർ. അതിനകത്ത് ഒന്നും പറയാനില്ല. ബിക്കോസ് ആ ഡയലോഗ് നമുക്ക് സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്ക് കണ്ണ് നിറഞ്ഞു വരും, അതുപോലെ ഇങ്ങനെ ഗൂസ് ബംസ് വരും. അതേപോലെ തന്നെ ഒരു ഫീൽ ആയിരുന്നു. ശരിക്കും പെർഫെക്റ്റ് ആയിരുന്നു സുമേഷ്, വണ്ടർഫുൾ. ഇനി അടുത്തതായിട്ട് തമിഴ് സിനിമയിലെ വടിവേലു. ഓക്കെ. ആഹാ, വാടും അധിക ദുർദി. I love you, ദുർദി. അദ്ദേഹത്തിന്റെ ആ ഒരു സിഗ്നേച്ചർ ടോൺ ഉണ്ട്, അത് അവസാനം അങ്ങോട്ട് കേൾക്കുമ്പോഴാണ് പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നത്. വെരി ഗുഡ്. അപ്പൊ ഇനി എന്താണ് അടുത്തത്? പ്രശാന്ത് ഏട്ടൻ്റെ ഒരു അയ്യപ്പ ബൈജു എന്ന കഥാപാത്രം നെൽസൺ ചേട്ടന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം. ചെയ്യണോ? അതിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്.
അപ്പോൾ അവസാനമായിട്ട് ശ്രീ അയ്യപ്പ ബൈജു Okay. നമ്മുടെ നെൽസൺ ചേട്ടന് വേണ്ടി. ശ്ശെ, വല്ല പണിയായി പോകട്ടോ. എല്ലാരും ഒന്ന് കൈയടിച്ചെന്ന് കൈയടിക്ക. വഴിയരികിൽ പതിതനായി പൈരഴിക്കും ബൈജു, വഴുതെന്നാലോടക്കുള്ളിൽ കടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. സത്യം നമ്മൾ ഒരുപാട് പേരെ തല്ലുകൊണ്ടിട്ടുണ്ട്. അതിലോട്ട് പ്രോബ്ലം എനിക്ക് ഒരു വിഷയവുമില്ല. അതിലോട്ട് നമ്മൾ തല്ലുന്നു, നമ്മൾ കുടിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ചെന്ന്. താങ്ക് യു. സുമേഷ് അസല് പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ എന്താണ് സുമേഷ് പെട്ടെന്ന് വന്ന് വലിയ ഇൻട്രൊഡക്ഷനോ ഹൈപ്പോ ഒന്നും ഇല്ലാണ്ട് വന്ന് സുമേഷ് കുറച്ച് സമയം കൊണ്ട് നമ്മളെയൊക്കെ പിടിച്ചിരുത്തി ഗംഭീര പെർഫോമൻസ്. ഓക്കെ, താങ്ക് യു. മാറ്റി ചേട്ടാ, അത് അസാധ്യ കലാകാരനല്ലേ, നമുക്കറിയാവുന്നതാണ് സുമേഷിന്റെ. അത് ആളുടെ രൂപം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കണല്ലോ ഈ വക സാധനങ്ങളെല്ലാം ഇത്രയും പുള്ളിയുടെ mass മനസ്സിൽ ശബ്ദങ്ങളൊക്കെ ഈ കിടക്കുന്നത്. ശരീരത്തിൽ നിന്നാണ് നല്ല വരുന്നത് ഡെപ്താ. അല്ലേ? ലാൽജോസിന്റെ ശബ്ദം എടുത്തിട്ട് തൊട്ട് പുറകെ ഇന്ദ്രൻസേന്റെ എടുത്തേക്കണേ. അത് നേരെ രണ്ട് ഡിഫറെന്റ് ടോണാണ് അത്, അതെ അതെ. അല്ലേ? അതിനെ നെൽസനും പറയാൻ വന്നേന്ന്. അപ്പൊ അതൊന്നുകൂടി പറഞ്ഞു നെൽസൺ. എന്തൊക്കെയായാലും സുമേഷെ സൂപ്പറായിട്ടുണ്ട്. ഇത് വേറെ ഇത് ജഡ്ജ്മെന്റ് അല്ല, സ്നേഹത്തോടെ ഒരു അനിയൻ എന്ന സ്ഥാനം നൽകിക്കൊണ്ട് ഈ നല്ല അടിപൊളിയായിട്ട് പറക്കട്ടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സുമേഷ് അടിപൊളി, താങ്ക് യു. സൂപ്പറായിരുന്നു. ഓക്കെ. അല്ല, ഞാനിത് പറയാതിരിക്കുന്നത് പറഞ്ഞാൽ ഈ നല്ല കനത്ത സൗണ്ട് ഉള്ളവര്, ബേസ് സൗണ്ട് ഉള്ളവര്, അത് മാത്രം ആ സ്റ്റാർസുകളെ മാത്രമേ മാത്രമേ ചെയ്യാറുള്ളൂ. ഇതിപ്പോ രണ്ടും അവിടെ ഇവിടെ നിന്നിട്ട് നമ്മൾ വല്ലാതെ വട്ടാക്കി അതെ അതെ. അപ്പൊ വളരെ നന്നായിരുന്നു കേട്ടോ. സിദ്ദിഖ് സൂപ്പറായിരുന്നു. അപ്പൊ സിദ്ദിഖിക്കയുടെ പഴയ കാലത്തെ ശബ്ദം അതൊക്കെ ഇപ്പൊ എന്താണ് അസലായിരുന്നു. അസൽ എന്ന് പറഞ്ഞാൽ ഗംഭീരായിരുന്നു. എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. ഉഗ്രൻ കേട്ടോ. ഓക്കെ, സൂപ്പർ, ഓക്കെ. സൂപ്പർ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓഡിയൻസ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? നല്ല പെർഫോമൻസ് അല്ലായിരുന്നു സുമേഷിന്റെ? ഓക്കെ സുമേഷ്, അപ്പൊ Okay, പുതുമയേറിയ പെർഫോമൻസുകളുമായി വീണ്ടും വരിക. ഓക്കെ, താങ്ക് Thank യു. you. താങ്ക് യു.